വീണ്ടും ഒരു കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കർത്താവിൻ്റെ ക്രൂശ് മരണ യാത്രയിൽ പങ്കാളികളാവുകയാണ് നാം ഓരോരുത്തരും. കർത്താവിൻ്റെ ക്രൂശിലേക്കുള്ള ദൗത്യയാത്രയിൽ പല പ്രതികൂലങ്ങളും താൻ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും അതിലൊന്ന് പ്രലോഭനമായിരുന്നു. 10ാം ക്ലാസ്സിലെ മലയാളം പാഠാവലിയിൽ ചേർത്തിരിക്കുന്ന ഒരു ഭാഗമാണ് നളചരിതം ആട്ടക്കഥയിലെ പ്രലോഭനം. നള ദമയന്തി വിവാഹത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതിരുന്ന കലി പുഷ്കരനെ സ്വാധീനിക്കുകയും പ്രലോഭിപ്പിച്ച് നളദമയന്തിമാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അതിന് കഴിയാതിരുന്ന പുഷ്കരൻ കഥയുടെ അവസാനത്തിൽ തനിക്ക് മുൻപിൽ നീട്ടിവെച്ച എല്ലാ സൗഭാഗ്യങ്ങളോടും നോ പറയുന്നുണ്ട്. ഈ നോമ്പിന് നാളുകളിൽ ധ്യാന വിഷയമാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പ്രലോഭനവും നമ്മുടെ ജീവിതത്തിൽ നോ എന്ന വാക്കിൻ്റെയും പ്രസക്തി. ചില കാര്യങ്ങളോട് നോ പറയുവാനുള്ള ഊർജം പ്രാപിക്കലായിട്ട് വേണമെങ്കിൽ ഈ നോമ്പിൻ്റെ നാളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഗിലെയാദ് എന്നും ഒരു പ്രശ്നസങ്കീർണമായ ഇടമായിരുന്നു. യോർദാന് കിഴക്ക് ഇസ്രായേലിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകൾക്ക് അടിത്തറ പാകിയ ഒരു നിർണായകമായ പങ്ക് വഹിച്ച ഇടമാണ് ഗിലെയാദ്. അതുകൊണ്ട് ഗിലെയാദുകാർ എന്നും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും സൈനികപരമായും പ്രാധാന്യമർഹിക്കുന്നവരാണ്. അത്തരത്തിൽ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് 2 സമൂഹൽ 19-17 അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന ബർസില്ലായി. അബ്ശാലോമിനെ ഭയപ്പെട്ട് ദാവീദ് യോർദാൻ അക്കരെ കയറുമ്പോൾ തനിക്ക് തുണയായി കൂടുന്നത് ഈ 80 വയസ്സുകാരനായ ബർസില്ലായി ആയിരുന്നു. മറുപടിയായി ദാവീദ് അവന് എല്ലാ സ്ഥാനമാനങ്ങളും താമസ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും കൊട്ടാരത്തിൽ നൽകാമെന്ന് അറിയിക്കുന്നു. എന്നാൽ ബർസില്ലായി മറുപടി പറയുന്നത് ഇതൊന്നും എനിക്ക് വേണ്ട എന്നാണ്. ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകട്ടെ. ഇനി എനിക്ക് ഇതിലൊന്നും ആഗ്രഹങ്ങളില്ല, ആവശ്യവുമില്ല, ആശയുമില്ല. പകരം എൻ്റെ മകനെ ഞാൻ അങ്ങയോടൊപ്പം അയക്കാം. ഏതൊരു മനുഷ്യനും കൊതിച്ചു പോകുന്ന സൗകര്യങ്ങളാണ് ദാവീദ് അവന് മുൻപിൽ നിരത്തിയത്. എന്നാൽ ബർസില്ലായിക്ക് തൻ്റെ ജനവും തൻ്റെ നാടും താൻ വളർന്ന മണ്ണും ഇടങ്ങളും ആ ദേശത്തിലെ കാറ്റും മണവുമൊക്കെയാണ് പ്രാധാന്യമായി മാറിയത്. അവന് വേണമെങ്കിൽ ഈ അവസാന നാളുകളിൽ ആഡംബരത്തോടുകൂടെ കൊട്ടാരത്തിൽ സുഖമായി വിശ്രമ ജീവിതം നയിക്കാം, എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കാം, ശുശ്രൂഷകൾ ഏറ്റുവാങ്ങാം. എന്നാൽ അതിനപ്പുറത്ത് ഗിലെയാദ് അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു പോയ ഇടമാണ്. അവന് ആവശ്യത്തിനുള്ള സ്വത്തുണ്ട്, പരിചാരകരുണ്ട്, മണ്ണുണ്ട്, ഒരിടം അവിടെയുണ്ട്. അത് അവൻ ചോര നീരാക്കി പടുത്തുയർത്തതാണ്. അതിനപ്പുറത്തേക്ക് അവനൊന്നും വേണ്ട. അതിനപ്പുറത്തുള്ള ഓഫറുകളൊന്നും അവന് ആവശ്യമില്ല. നോക്കുമ്പോൾ ഇവൻ എന്തൊരു മണ്ടനാണ് എന്ന് വിചാരിക്കാം. എന്നാൽ അവൻ്റെ ശ്രദ്ധ സേവനത്തിലായിരുന്നു, തൻ്റെ ദേശത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നതാണ് വാസ്തവം. പിന്നീട് നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിൽ പാരമ്പര്യത്തിൻ്റെ കണക്കെടുപ്പിൽ ഇവൻ്റെ പേരും കുടുംബത്തിൻ്റെ പേരും തള്ളപ്പെടുന്നുണ്ട്. എന്നിട്ടും അവൻ തിരുവഴുത്തിൽ സ്ഥാനം പിടിച്ചു എന്നതാണ് ദൈവഹിതം. നമുക്ക് മുൻപിൽ പ്രലോഭനങ്ങളുണ്ടാവാം. എന്നാൽ എന്നിൽ അടങ്ങിയിരിക്കുന്ന സേവനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുകയാണ് നമുക്ക് ആവശ്യം. സേവനങ്ങൾക്കുള്ള പ്രതിഫലം നമ്മുടെ കണ്ണുകളെ പലപ്പോഴും മഞ്ഞളിപ്പിച്ചേക്കാം. എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം, ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടനായവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന കർത്താവിൻ്റെ പ്രാർത്ഥന. ഈ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പരീക്ഷയിലേക്ക് എന്ന വാക്കിന് തത്തുല്യമായി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ നൽകിയിരിക്കുന്നത് ടെംപ്റ്റേഷൻ എന്ന വാക്കാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇന്ന് മൈഗ്രേഷൻ്റെ മൂഡിലാണ്. ബാബിലോണിലെത്തിയ ദാനിയേലും കൂട്ടുകാരും അവരുടെ ജീവിതം എപ്രകാരമാണ് അവിടെ നയിച്ചതെന്ന് നമുക്കറിയാം. അവരുടെ ഒരു പുതിയ ലോകത്തിൽ, ഒരു പുതിയ ജീവിതശൈലിയിൽ, ഒരു പുതിയ വേഷവിധാനത്തിൻ്റെ ലോകത്തിൽ, പുതിയ ഭക്ഷണക്രമങ്ങളുടെ ലോകത്തിൽ തങ്ങളുടെ ദൈവസങ്കല്പങ്ങൾക്ക്, ദൈവചിന്തകൾക്ക് ഒരിക്കലും മാറ്റം വരുത്തുന്നില്ല. ഒരു പുതിയ ദൈവ ചിന്തയുള്ള ലോകത്തിൽ ഒരിക്കലും തങ്ങളുടെ ദൈവത്തെ മറന്നു ജീവിക്കുന്നില്ല.
യഹോവയ്ക്ക് ഒരു കളങ്കവും പറ്റാതെ സമർപ്പിച്ച് ജീവിക്കുന്നു എന്നതിലാണ് അവരുടെ ശ്രദ്ധ. അവർക്കൊത്തിരി പ്രലോഭനങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിന് നടുവിൽ അവരവരുടെ വിശ്വാസവും ജീവിതവും ജീവിതശൈലിയും കാത്തു സൂക്ഷിക്കുവാനും അപ്രകാരം ജീവിക്കുവാനും കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന ഇടങ്ങളിൽ അവർ വിശ്വസ്തയോടുകൂടെ സാക്ഷ്യത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയണം. അതിന് ദൈവത്തിൻ്റെ കൃപയും ആഴത്തിലുള്ള വിശ്വാസവുമാണ് നമുക്ക് ആവശ്യം. ഈ നോമ്പിന് നാളുകളിൽ അപ്രകാരം ആഴത്തിലുള്ള വിശ്വാസം രൂപീകരിക്കുന്നതിന്, സാംശീകരിക്കുന്നതിന്, അതിന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.